and help us to study, help our facilitator, and help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Thank you. Okay, Alpha. നമ്മളിപ്പോ ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത്? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഓർക്കുന്നുണ്ട്? എന്തായിരുന്നു? ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. എന്തായിരുന്നു അതിൽ പറഞ്ഞത്? ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഭാവന. എന്തായിരുന്നു നമ്മൾ അതിൽ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഭാവന. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസിൽ ഡിസ്കസ് ചെയ്തത്? ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലേൺ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റീസും അതുപോലെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്ന ഒരു ഡെവലപ്മെന്റ് ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. പിന്നെ എന്താ പഠിച്ചത്? പിന്നെ മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും കുട്ടികളുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ക്ലിയർ ആകുന്നില്ല ഞാൻ പറയുന്നത്? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ്? ഇൻബോൺ ടാലൻസ് ആണ്. ഓക്കെ, ഇൻബോൺ പവേഴ്സ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് മെന്റൽ എബിലിറ്റി പോലെ തന്നെ ജന്മനാ ലഭിക്കുന്ന പവേഴ്സ് ആണ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും. ഓക്കെ, 1 സെക്കൻഡ്. പേജ് നമ്പർ 7, റിജോ. പേജ് നമ്പർ 7. Development of imagination and creativity. Okay. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എങ്ങനെയാണ്? ജന്മന ഇൻബോൺ പവേഴ്സ് ആണെന്നാണ് പറയുന്നത്. മെന്റൽ എബിലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പവേഴ്സ് ആണ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും. ഓക്കെ, അപ്പൊ നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ കുട്ടികൾ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പഠിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, ഇമാജിനേഷൻ നമ്മൾ പഠിച്ചത് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടാണോ? അത് ഇൻബോൺ പവേഴ്സ് ആണ്. നമുക്ക് ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവാണ്, ഒരു എബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയുള്ള സറൗണ്ടിങ്സ്, അതിനുവേണ്ടിയുള്ള എൻവയോൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആവാനായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എൻവയോൺമെന്റ്, സറൗണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. അപ്പൊ എന്തൊക്കെ എൻവയോൺമെന്റ്, എങ്ങനെ എത്തരത്തിൽ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും കുട്ടികളുടെ ഈ പവേഴ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്? ത്രൂ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമവരല്ലേ? ഓക്കെ, കുട്ടികളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സിറ്റുവേഷൻസ് ഒരുക്കി കൊടുക്കാൻ കഴിയും. ഓക്കെ, എങ്ങനെയാണ്? ത്രൂ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് അവരുടെ ഇമാജിനേഷൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കാം, ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരുടെ ഇമാജിനേഷൻ പവർ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂടാനായിട്ട്? ഏതൊക്കെ ആയിരിക്കാം ഹാരിഫ?
എന്തൊക്കെ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം? ഹലോ, കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ, എന്താണ്? കേട്ടില്ലായിരുന്നോ? എന്താണ്? ശരണ്യ എന്താ മാം ചോദിച്ചേ ക്വസ്റ്റ്യൻ? സ്റ്റോറി. ഓക്കെ. ഇവിടെ കുട്ടികൾക്ക് ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ഓക്കെ, ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനായിട്ട് എത്തരത്തിലുള്ള എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം? മാം, ഒരു തീം പറഞ്ഞിട്ട് അവരോട് പിക്ചർ വരയ്ക്കാൻ പറയാം. അപ്പം എല്ലാ കുട്ടികളും പല രീതിയിലായിരിക്കുമല്ലോ വരയ്ക്കുന്നത്. ആണെങ്കിൽ എല്ലാവരും പല രീതിയിലുള്ള നേച്ചർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കൂലേ ഇമാജിനേഷൻ. വെരി ഗുഡ് ഭാവന. ഓക്കെ. അതിലൂടെ അവർക്ക് പല ക്യാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ പല ഓക്കെ, അപ്പൊ ഇമാജിനേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പറയൂ. ധാരാളം ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? എല്ലാ ക്ലാസ്സിലും നമ്മൾ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോ ശരണ്യ, എന്തോ അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെയുള്ള. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഹെൽപ്സ് ഇമാജിനേഷൻ. സ്റ്റോറി ടെല്ലിംഗ്, വെരി ഗുഡ്. അപ്പൊ അതെങ്ങനെയാണ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? രതിയാണോ രാഖിയാണോ? ഞാനാ പറഞ്ഞു. ഓക്കെ. അവരുടെ ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും അതുവഴി. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റും ഇംപ്രൂവ് ആവും. ഉണ്ടാകും. ഓക്കെ, നമ്മൾ സ്റ്റോറി പറയുന്നതിലൂടെ അവരത് ഇമാജിൻ ചെയ്യണം. ഓരോ സെനാരിയോ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിനെയും അവർ മനസ്സിൽ കാണാൻ തുടങ്ങും. അതിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സിനെ അവർ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അതിന് പേരുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതിലൂടെ പലതരം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പലതരം സ്കിൽ അവർ ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? ഒരു സ്റ്റോറി ഇപ്പൊ നമ്മൾ ഒരു സ്റ്റോറി ത്രെഡ് കൊടുത്തു. ഈ സ്റ്റോറി ഫൈനൽ എൻഡ് ചെയ്യുന്നത് എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കുമോ? അല്ല, ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവര് ഓരോരുത്തരും ഇമാജിൻ. അവരുടെ കപ്പാസിറ്റി, ഇന്റലിജൻസ് ഡിഫറെന്റ് ആണല്ലേ? അവർ ഇമാജിൻ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് അല്ലേ? ഒരു കുട്ടി ഇമാജിൻ ചെയ്യുന്ന അതേപോലെ തന്നെ ആയിരിക്കില്ല മറ്റൊരു കുട്ടി അതിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കാം ആക്ടിവിറ്റീസ്? സ്റ്റോറി ടെല്ലിംഗ്, പിക്ചർ വരയ്ക്കാൻ കൊടുത്തു. പിന്നെ എന്തൊക്കെയാണ്? കളറിംഗ്, കുട്ടികൾ കളറിംഗ് ചെയ്യാൻ. ബ്ലാക്ക്ബെറി കളറിംഗിലൂടെ അവരുടെ ഇമാജിനേഷൻ ഇംപ്രൂവ് ആവുന്നത്. ഓക്കെ, ക്രിയേറ്റിവിറ്റി. ഓക്കെ, അവർ ക്രിയേറ്റീവ് ആകുന്നുണ്ട് അവിടെ അല്ലേ? ഓക്കെ സോഫിയ, ബിൽഡിംഗ് ബ്ലോക്സ്. എങ്ങനെയാണ് ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? ബിൽഡിംഗ് ബ്ലോക്സിലെ സോഫിയ. Sophia, are you there? Then tell me. എങ്ങനെയാണ് ബിൽഡിംഗ് ബ്ലോക്സ്? ഓക്കെ, കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഹെൽപ്പ് ചെയ്യുന്നത്? എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിൽഡിംഗ് ബ്ലോക്സ്? എന്തൊക്കെയായിരിക്കും അവർ പഠിക്കുന്നത് ഒരു ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ബ്ലോക്സ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നതിലൂടെ? എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? ഇത് കോമൺ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ധാരാളം ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാ ഡെയിലി നമ്മളുടെ ക്ലാസ്സിൽ എല്ലാത്തിലും. ഓക്കെ, ഷേപ്സ്. ഓക്കെ, എല്ലാ ക്ലാസ്സിലും നമ്മൾ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ എന്തോരം ആക്ടിവിറ്റീസ് ഉണ്ട്? കളേഴ്സ് തിരിച്ചറിയാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഷേപ്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കോൺസെൻട്രേഷൻ കിട്ടും.
കോൺസെൻട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവും. ഓക്കെ, അവർ ഇമാജിൻ ചെയ്യില്ലേ ഈ ബോക്സ്? നമുക്കറിയാം ഒരു ഓർഡറിലാണ് ഈ ബോക്സ് പ്ലേസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ അത് ഏത് നെക്സ്റ്റ് വിച്ച് ബോക്സ് ആയിരിക്കണമെന്ന് ആ കുട്ടി ഇമാജിൻ ചെയ്യില്ലേ? ഓക്കെ, അതിന്റെ പ്ലേസിലല്ല അവൻ നെക്സ്റ്റ് ബോക്സ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി പറയൂ. ക്ലേ മോഡലിംഗ്. ക്ലേ മോഡൽ എങ്ങനെയാണ്? അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഷേപ്സ് ഉണ്ടാക്കാൻ പറഞ്ഞാല് അവരതുകൊണ്ട് ഫസ്റ്റ് അവർ ഇമാജിൻ ചെയ്യണം. ഓക്കെ, ഏത് ഷേപ്സ് ആയിരിക്കണം എന്നല്ലേ? ഓക്കെ, അവര് തിങ്ക് ചെയ്യണം ഏത് ഷേപ്സ് ആണ് ഉണ്ടാക്കേണ്ടതെന്നല്ലേ? ഓക്കെ, പിന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി അവിടെ കാണാൻ കഴിയും. അത് ഉണ്ടാക്കുന്നതിലൂടെ അത് പെർഫെക്റ്റ് ആയാലും ഇംപെർഫെക്റ്റ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ്സ്, അതിന്റെ എന്താണ് അവരുടെ ക്രിയേറ്റിവിറ്റി അവിടെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? കുട്ടികളാണ്, അപ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. ഓക്കെ, പിന്നെന്താണ്? മെമ്മറി ടെസ്റ്റ്. മെമ്മറി ടെസ്റ്റ് ചെയ്തു കുട്ടികൾക്ക്. ബ്ലൈൻഡ് ടെസ്റ്റ്, ബ്ലൈൻഡ് ടെസ്റ്റ്. ഓക്കെ, അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവർക്കപ്പം ടച്ച് ചെയ്യുമ്പം അത് ഏതാണെന്ന് അവർ ഇമാജിൻ ചെയ്ത് അതിന് ഷേപ്പ് അവർ ഇമാജിൻ ചെയ്യും അല്ലേ? ഓക്കെ, ഈ ഷേപ്പ് അവർ ഇമാജിൻ ചെയ്യും. അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ ആൻസർ പറയാൻ ശ്രമിക്കും അല്ലേ? ഇതേപോലെ ഒരു ഷേപ്പ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് എന്തായിരിക്കാം? ഓക്കെ, പിന്നെന്താണ്? നമ്മൾ അതിന്റെ പേര് പറയുമ്പോൾ ഒരു പൊട്ടറ്റോ അല്ലെങ്കിൽ ഒരു ബ്രിഞ്ചാൾ, ഒരു ടൊമാറ്റോ, നമ്മൾ ആ പേര് പറയുമ്പോൾ അതിന്റെ കളർ അവർ ഇമാജിൻ ചെയ്യില്ലേ? അതിന്റെ ഷേപ്പ് അവർ ഇമാജിൻ ചെയ്യില്ലേ? സൈസ് ബിഗ് ആണോ സ്മോൾ ആണോ? സൈസ്. ഓക്കെ. പിന്നെ ഭാവന മാം, പിന്നെ ഒരു ആക്ഷൻ സോങ് പോലെ അവർക്ക് കൊടുത്തിട്ട് അവരോട് അത് അവതരിപ്പിക്കാൻ പറയണം. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ക്രിയേറ്റിവിറ്റി ആക്കാൻ പറ്റും. ഓക്കെ, ആക്ഷൻ സോങ്ങിലൂടെ. അപ്പൊ എല്ലാവരും പറയും, എല്ലാവരും റെസ്പോണ്ട് ചെയ്യും. ഒരു ശരണ്യ കണ്ടിന്യൂ. അല്ല, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അവര് തമ്മില് കോൺവെർസേഷൻ, ചെറിയ കുഞ്ഞു അവരുടെ രീതിയിലുള്ള ചെറിയ ടോപ്പിക് എല്ലാം കൊടുത്തിട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അവര് എന്താണ് ആ കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്തെടുക്കുമ്പോ ഓരോ സിറ്റുവേഷൻസ്, ഓക്കെ, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏതൊക്കെ ക്യാരക്ടേഴ്സ് വരണം, എന്തൊക്കെ ഡയലോഗ്സ് ആയിരിക്കണം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, ഇതൊക്കെ അവർ ഇമാജിൻ ചെയ്യും. റൈറ്റ്, അവരുടെ ക്രിയേറ്റിവിറ്റിയും കാണാൻ കഴിയുന്നതിലൂടെ. ഓക്കെ, ഇനി സ്റ്റോറി ടെല്ലർ, പിക്ചേഴ്സ് കൊടുത്തിട്ട് സ്റ്റോറി. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? പിന്നെ ഈ ഒരു സ്റ്റോറി തെറ്റായ സ്റ്റോറി നമ്മൾ ശരിയാക്കി എഴുതാൻ അവരോട് പറയാൻ വേണ്ടി ചെയ്യില്ല. ഒരു സ്റ്റോറി നമ്മൾ കൊടുത്തിട്ട് അത് നമ്മളിപ്പം അങ്ങനെ കോളത്തില് 1 2 3 4 അങ്ങനെ കൊടുത്തിട്ട് നമ്മള് ഇപ്പൊ ശരിയുള്ളത് ആദ്യം എഴുതാം, അങ്ങനെ പറയില്ലേ? ഇതല്ലേ അറേഞ്ച് ചെയ്യാനായിട്ട് ഓർഡർ അനുസരിച്ച്. അതാണോ ബ്ലാക്ക്ബെറി? ഓർഡർ ആക്കി എഴുതാൻ വേണ്ടി. ഓക്കെ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ മരിയ മോണ്ടിസോറി എന്താ പറയുന്നത്? ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഇൻബോൺ പവേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ജന്മനാ ലഭിക്കുന്ന കഴിവുകളാണ്. എന്തിനും ആ കുട്ടിയുടെ മെന്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 പവേഴ്സ് ആണ്. ഏതൊക്കെയാണ് ശരണ്യ? ഏതൊക്കെയാണ് 2 പവേഴ്സ്, ഇൻബോൺ പവേഴ്സ് ഏതൊക്കെയാണ്? ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി.
ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റീസ് ആർ ഇൻബോൺ പവേഴ്സ് എന്നാ പറയുന്നത് മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ത്രൂ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ അവരുടെ ഇമാജിനേഷൻസും ക്രിയേറ്റിവിറ്റിയും ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. അപ്പൊ നമ്മൾ അത്തരം ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ആ കുട്ടിക്ക് അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുള്ളൂ അല്ലേ? അവരുടെ ഇമാജിനേഷൻ പവർ കുറച്ചുകൂടി സ്ട്രോങ് ആവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടേ? ചെയ്യണം മാം. അപ്പൊ കുട്ടി ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റിലൂടെ ഗോ ത്രൂ ചെയ്താൽ മാത്രമാണ് അവന്റെ ഇമാജിനേഷൻ സ്ട്രോങ് ആകുകയുള്ളൂ. ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി സ്ട്രോങ് ആകണമെങ്കിൽ ഒരു കുട്ടി ഇത്തരത്തിലുള്ള എൻവയോൺമെന്റിലൂടെ ഗോ ത്രൂ കടന്നു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്തരം സിറ്റുവേഷൻസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം ആ കുട്ടിക്ക്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടി രണ്ട് കുട്ടികളുണ്ട്, എയും ബിയും. ഓക്കെ, സപ്പോസ് അപ്പൊ എ ബുക്ക് റീഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അവന്റെ ഹാബിറ്റ്സ് ആണ് ബുക്സ് റീഡിങ്. ഓക്കെ, ദെൻ ബി ധാരാളം ടൈം ഫോൺ വാച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഈ രണ്ട് കുട്ടികളുടെയും ഇമാജിനേഷൻ പവറുകൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം? ദീപ്തി, എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം? എ എങ്ങനെയാണ് മാം, ഒന്നുകൂടി പറയാമോ? ഓക്കെ, പറയാം. ഓക്കെ, രണ്ട് കുട്ടികളുണ്ട്, എ ആൻഡ് ബി. ഓക്കെ, എയുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ബുക്ക് റീഡിങ്സ് ആണ്. ഓക്കെ, ബുക്സ് റീഡ് ചെയ്യാൻ അവന് വളരെ ഇഷ്ടമാണ്. ഓക്കെ, ബി അതേസമയം ബി എന്താണ് ചെയ്യുന്നത്? ഫോണിൽ ധാരാളം സമയം കാർട്ടൂൺസ് കണ്ടിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ ഈ രണ്ട് കുട്ടികളുടെയും ഇമാജിനേഷൻ പവറുകൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും? ഒരേപോലെ ആയിരിക്കും ഇവരുടെ ഇമാജിനേഷൻ പവർ ഒരേപോലെ ആയിരിക്കുമോ? അല്ല മാം, ഉണ്ടായിരിക്കാം, കോൺസെൻട്രേഷൻ ഉണ്ടാവും, പിന്നെ അറിവ്, നല്ല അറിവ് കിട്ടും. കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നു. ഏത് കുട്ടിക്കാണ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത്? റീഡിങ്. റീഡ് ചെയ്യുന്ന എക്ക് എന്താണ് കോൺസെൻട്രേഷൻ പവർ അവന്റെ ഹൈ ആയിരിക്കും. പിന്നെന്താണ്? പിന്നെ അറിവും കിട്ടുന്നു, നോളജ്, ധാരാളം നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട് ത്രൂ റീഡിങ്ങിലൂടെ അല്ലേ? ത്രൂ റീഡിങ് അവൻ ധാരാളം നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് എന്താണ് ശരൺ? അവൻ ലാംഗ്വേജ് ബിൽഡ് ചെയ്യും അല്ലേ? അവന്റെ വൊക്കാബുലറീസ് കൂടും അല്ലേ? പിന്നെന്തൊക്കെയായിരിക്കാം? ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. എന്തോ? ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. പിന്നെന്താണ്? ലാംഗ്വേജ് ബിൽഡ് ആവും, ഡെവലപ്ഡ് ആവും. പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? അറിവ്, നോളജ് ഗെയിൻ ചെയ്യും, കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ്, ഇമാജിനേഷൻ, അവരുടെ എല്ലാരും അങ്ങനെ ഇമാജിൻ ചെയ്യും. അവരുടെ ക്യാരക്ടറിനെ എങ്ങനെയായിരിക്കും സ്റ്റോറി വായിക്കുന്നതിനനുസരിച്ചുള്ള ക്യാരക്ടർ. അവരുടെ ഇമാജിനേഷൻ പവർ അല്ലെ കൂടിക്കൊണ്ടുവരികയാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കാം? എന്ത് ചെറിയൊരു കാര്യം കിട്ടിയാലും അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. ഇൻട്രസ്റ്റ് ഉണ്ടാവും ബുക്ക് റീഡിങ്സിൽ. ഓക്കെ, പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടും. ആർക്കായിരിക്കും പുതിയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുന്നത്? ആർക്കായിരിക്കും? വായിക്കുന്ന കൂടുതൽ ആക്റ്റീവ് ആരായിരിക്കും? ബുക്ക് റീഡ് ചെയ്യുന്ന കുട്ടിയല്ലേ? ഓക്കെ, റീഡ് ചെയ്യുന്ന കുട്ടിക്കായിരിക്കും കുറച്ചുകൂടി ആക്റ്റീവ് ആയി കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കാം? അവർ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം? നല്ല പേഴ്സണാലിറ്റി. നല്ലൊരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കും. വെരി ഗുഡ്. മൊബൈൽ യൂസ് ചെയ്യുന്ന ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവര് വെക്കുന്ന ഗൂഗിളിലോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് പറയാൻ നോക്കും. അല്ലാതെ യൂസ് ചെയ്യില്ല അല്ലേ? അവരുടെ ഇന്റലിജന്റ് യൂസ് ചെയ്യില്ല. പക്ഷെ റീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവര് മാക്സിമം അവരുടെ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അവരുടെ ഫൈൻഡിങ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അവർക്ക് ലഭിച്ച സ്കിൽ ഉപയോഗിച്ചല്ലേ, റീഡിങ്സിലൂടെ ലഭിച്ച ഡാറ്റാസിലെ അനലൈസ് ചെയ്തിട്ടായിരിക്കും റിസൾട്ടിൽ എത്തിച്ചേരുന്നത് അല്ലേ? പക്ഷെ ഈ ബി എന്ന് പറയുന്ന കുട്ടി അല്ലെങ്കിൽ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടി ഇതിനൊന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അല്ലേ?
ഓക്കെ, അവന്റെ ഇൻട്രസ്റ്റ് വേറെ ലെവലായി, വേറെ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിലായിരിക്കും അവന്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെയായിരിക്കാം? മെമ്മറി പവർ റീഡ് ചെയ്യുന്ന കുട്ടിക്ക് കൂടുതലായിരിക്കും. മെമ്മറി പവർ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ എങ്ങനെയായിരിക്കാം? ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും. ക്രിയേറ്റിവിറ്റി. ഓക്കെ, വെരി ഗുഡ് നിസിയ. ക്രിയേറ്റിവിറ്റി അവർക്ക് നല്ല സ്കിൽസ് ആൻഡ് നോളജ് ഉണ്ടായിരിക്കും. എന്തോ? അവർക്ക് നല്ല സ്കിൽ ആൻഡ് നോളജും ഒക്കെ ഉണ്ടായിരിക്കും റീഡ് ചെയ്യുന്ന കുട്ടിക്ക്. സ്കിൽ ആൻഡ് നോളജ് കൂടുതലായിരിക്കും. ഓക്കെ, ലിറ്ററേച്ചറില് നോളജ് കൂടും. ലിറ്ററേച്ചറിൽ നോളജ് കൂടുന്നുണ്ട്. പിന്നെ ഹെൽത്ത് പരമായിട്ട് ഒത്തിരി അധികം ഗെയിംസ് ഉണ്ടാവും. ഓക്കെ. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലും വ്യത്യാസം ഉണ്ടായിരിക്കും. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് രണ്ട് വൈഡ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? കോൺസെൻട്രേഷൻ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കാം? പേഷ്യൻസ് കൂടുതലാണ്. അടുക്കും ചിട്ടയുണ്ടായിരിക്കും അല്ലേ? ക്യാരക്ടർ വ്യത്യാസമായിരിക്കും. എന്തോ? സ്വഭാവം. ഓക്കെ, നല്ല ക്യാരക്ടർ ആയിരിക്കും. അവന്റെ ബിഹേവിയർ നന്നായിരിക്കും. ഓക്കെ, പിന്നെ അവനിതിനെ ഓക്കെ ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ആരായിരിക്കും ബെറ്റർ? ഏത് ചൈൽഡ് ആയിരിക്കും ബെറ്റർ? റീഡ് ചെയ്യുന്ന ആൾക്കായിരിക്കും, ആ കുട്ടിക്കായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അത്? അവൻ ഓൾറെഡി ധാരാളം ഡാറ്റാസ് അല്ലെങ്കിൽ നോളജ് ഓൾറെഡി ഗെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? അവന്റെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ നോളജും അവൻ ഓൾറെഡി ഗെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈഫിനെ കുറിച്ച് വ്യക്തമായ ഒരു നോളജ് ആ കുട്ടിക്ക് ഉണ്ട് അല്ലേ? കമ്പയർഡ് ടു ബി. ഓക്കെ, then any other difference? റീഡിംഗ് ഒരു മെഡിറ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ മെന്റലി ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയും. മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒത്തിരി കൂടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് ഭാവന. എന്തോ? ലൈഫ് സ്റ്റൈല് മൊബൈൽ യൂസ് ചെയ്തവർക്ക് സ്ക്രീനിങ് ടൈം കൂടുതലായിരിക്കും. സ്ക്രീനിങ് ടൈം. വേറെ എന്തെങ്കിലും അവർ അഡിക്റ്റ് ആയിരിക്കും അതിനല്ലേ? അതെ, വേറെ ഒന്നിനും കോൺസെൻട്രേഷൻ ഈവൻ ടൈം പോലും അവർക്ക് ഉണ്ടായിരിക്കില്ല. വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനോ അവരുടെ കയ്യിൽ ടൈം ഉണ്ടായിരിക്കില്ല. ക്വാളിറ്റി ഓഫ് ടൈം ഉണ്ടായിരിക്കില്ല. റീഡിങ് ചെയ്യുന്ന ആൾക്ക് ഓരോ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. ഓരോ ഇന്ന സമയത്ത് ഇന്ന ഇതെന്നുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. ഓക്കെ, അവന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അവന്റെ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നല്ലേ, അവന്റെ ഹോബീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കാം? മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഹെൽത്ത് ഇഷ്യൂസ്. മെമ്മറി പവർ കൂടും. ബുക്ക് റീഡ് ചെയ്യുന്ന ആൾക്ക് മെമ്മറി പവർ ഉണ്ടാകും. ഓക്കെ, ഐഡിയാസും ഡെവലപ്പ് ചെയ്യും. പുതിയ ഐഡിയാസ്. നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പഠിക്കുന്നത് ആരായിരിക്കും? ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആയിരിക്കും അല്ലെ? റീഡ് ചെയ്യുന്ന കുട്ടിയായിരിക്കും. ദെൻ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ വിൻ ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അത് റീഡിങ്ങിലൂടെ ധാരാളം നോളജ് അവൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേടിയെടുത്തിട്ടുണ്ട്. അവൻ ഇത് ലൈഫ് ലോങ് അവന് ഹെൽപ്പ് ആകുന്ന, അവനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് റീഡിങ് അല്ലെ? ഒരു സ്കില്ലാണ്. ഓക്കെ, പിന്നെ എനി അതർ പോയിന്റ്സ്? ഉണ്ടോ? വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പേരൻസിന്റെ മുമ്പിലായാലും അല്ലെ റിലേറ്റീവ്സ് ആരെങ്കിലും വീട്ടിലോട്ട് വന്നാലും എപ്പോഴും മൊബൈലിൽ തന്നെ നോക്കി ഇരിക്കും. മാറി ആരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ.
എങ്ങനെ എൽഡേഴ്സിനോട് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യണമെന്ന് അവർക്ക് പഠിക്കില്ല അല്ലെ, എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പഠിക്കില്ല കുട്ടികൾ അല്ലേ? ഓക്കെ. അപ്പൊ മോണ്ടിസോറി എന്താ പറയുന്നത്? ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആർ ടു പവേഴ്സ് ആണ്, ഇൻബോൺ പവേഴ്സ് ആണ്. മെന്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണെങ്കിൽ രണ്ട് പവേഴ്സ് ആണ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതിന് നമ്മൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയും. എങ്ങനെയാണ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ത്രൂ ഡിഫറെന്റ് ആക്ടിവിറ്റീസിലൂടെ. ഓക്കെ, ഡിഫറെന്റ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവർക്ക് അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും സ്ട്രോങ് ആക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. അപ്പൊ പിന്നെ മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത് ഓക്കെ, ആ കുട്ടിയുടെ സ്കില്ല് അല്ലെങ്കിൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി പവർ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എന്താണ് റിയൽ ആയിട്ടുള്ള ആ ചൈൽഡിന് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ മോണ്ടിസോറി എൻവയോൺമെന്റ്. ഓക്കെ, എങ്ങനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റ്? എന്താണ് മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകതകള് എന്തൊക്കെയാണ്? അവരെ കൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആർ ദയർ അല്ലെ? മോണ്ടിസോറിയിൽ ധാരാളം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ഉണ്ട് അല്ലെ? പിന്നെന്താണ് പ്രത്യേകത? അവർക്ക് ഫ്രീഡം ഉണ്ട്. വെരി ഗുഡ്. എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ഫ്രീഡം ഉണ്ട് അവർക്ക് അല്ലെ? അവർക്ക് ഏതൊരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. ഏത് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ് രാഖി. പിന്നെ എന്തൊക്കെയായിരിക്കാം? അവരവിടെ എങ്ങനെയായിരിക്കാം? ഹാപ്പി ആയിരിക്കും അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും ഇല്ലേ? അപ്പൊ അതിൽ നമ്മൾ ധാരാളം ഡിഫറൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഉണ്ട് മാം. എന്തൊക്കെയായിരുന്നു മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകതകളും? ധാരാളം അപ്പാരറ്റസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം അവർക്കുണ്ട്. ഓക്കെ, പിന്നെന്തൊക്കെയായിരുന്നു? സപ്പോർട്ട്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. ജസ്റ്റ് ഒബ്സർവറിന്റെ റോള് മാത്രമാണ് ഒരു ടീച്ചർക്കുള്ളത് അവിടെ. ഓക്കെ, അവർക്ക് ധാരാളം ഫ്രീഡം ഉണ്ട്. പിന്നെന്തൊക്കെയാണ്? അവരുടെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് അവിടുന്ന് അവർ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ആക്ടിവിറ്റി എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, എല്ലാം എങ്ങനെയാണ് അവന്റെ സ്വന്തം ഡിസിഷനിന്റെ ബേസിലാണ് എടുക്കുന്നത്. ഓക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഈ ബ്രേക്ക് ടൈമിൽ നമുക്ക് നാരായണ ആക്ഷൻ സോങ് കാണാവോ? കാണാം. Okay. We use our tongues to taste. We use our tongues to taste. We taste flowers in our food. We use our tongues to taste. We use our ears to hear. We use our ears to hear. We hear soft and loud sound. We use our ears to hear. We use our eyes to see. We use our eyes to see. We see things all around. We use our eyes to see. We use our noses to smell. We use our noses to smell. We smell flowers and perfume. We use our noses to smell. We use our hands to touch. We use our hands to touch. We touch rough and soft thing. We use our hands to touch. ഓക്കെ ഭാവന, വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തു. അപ്പൊ ഈ ആക്ഷൻ സോങ് നമുക്ക് എന്ത് പഠിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യാം ഭാവന? സെൻസസ് പഠിക്കും. 5 സെൻസസ്. നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? 5 സെൻസസ്. ഏതൊക്കെയാണ്? ടേസ്റ്റ്, ഹിയറിങ്,
സീയിങ്, അതുപോലെ സ്മെല്ല്, പിന്നെ ടച്ച്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഓപ്പോസിറ്റ്സും ഉണ്ട്, സ്മൂത്ത്, റഫ്, ലൗഡ്, അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് ഭാവന, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി? എല്ലാവരും ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്തു. ആരുമില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ആ പേപ്പർ മിസ്സായി പോയി. ഇനി ആരെങ്കിലും ഉണ്ടോ ആക്ഷൻ സോങ് ചെയ്യാനായിട്ട്? ആക്ഷൻ സോങ് കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ്. ഓക്കെ, അപ്പൊ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു ആക്ഷൻ സോങ് ആണോ? യെസ് മാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്താലോ? റോൾ പ്ലേയും ചെയ്തതാണ് കുറെ പേര്. ഭാവന, ഷീജ ഉണ്ടോ? ഷീജ ഓർ ഷീബ? യെസ് മാം, ഷീജ. ചെയ്തതായിരുന്നോ? ചെയ്തായിരുന്നു മാം. ഓക്കെ, ദെൻ ആൻഡ്രിയ. then രേഷ്മ. ഇല്ല. മോനിഷ. nobody is there. സോഫി കംപ്ലീറ്റ് ചെയ്തതായിരുന്നു, പെർഫോം ചെയ്തതായിരുന്നു ആക്ഷൻ സോങ്. സോഫി ഓർ സോഫിയ? സോഫിനെ നേരത്തെ കണ്ടതായിരുന്നല്ലോ. സോഫിയ, വേറെ സോഫിയ ചെയ്തതായിരുന്നു. ഓക്കെ ഓക്കെ. അൻസൽ, ആൻഡ്രിയ അവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ റോൾ പ്ലേ ചെയ്യാത്തവര് ഓക്കെ അതിന് തയ്യാറായിട്ട് വരിക, പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, ഇനി ആരൊക്കെയാ റോൾ പ്ലേ ചെയ്യാത്തവര്? ശരണ്യ റോൾ പ്ലേ ചെയ്തതായിരുന്നു. ശരണ്യ ചെയ്തിട്ടുണ്ട് മാം, ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ശരണ്യ നെക്സ്റ്റ് ക്ലാസ്സിൽ. ദെൻ ഭാവന ചെയ്തതാണ്. രാഖി മാം ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്തിട്ടില്ല, റോൾ പ്ലേ ചെയ്തിട്ടില്ല. ബ്ലാക്ക്ബെറീസ് പേരെന്താ? ലിൻഡ. ഓക്കെ, ലിൻഡ. ദെൻ ഞാനും ചെയ്തിട്ടില്ല. സോന. വേർ യു സോന? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ചെയ്യാത്തവരെ? സോന, ആർ യു റെഡി നൗ? സോന ഇപ്പൊ റെഡി അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ റെഡി ആയിട്ട് വരിക. ഓക്കെ സോന. ദെൻ പിന്നെ ആരായിരുന്നു പറഞ്ഞത്? ലിൻഡ, ആൽഫ. ഓക്കെ, ആൽഫ. ദെൻ ഞാൻ ചെയ്തിട്ടില്ല മാം. എന്തോ? ഞാൻ ചെയ്തിട്ടില്ല മാം. നേരത്തെ പേര് പറഞ്ഞെന്താ? പേര് ക്ലിയർ ആയില്ല. ഞാൻ നസീല. ഞാനും ചെയ്തിട്ടില്ല മാം. രതി. പിന്നെ ആരാ? ബാക്കി എല്ലാവരും ചെയ്തവരാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും പേര് ഓക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. അനു ചെയ്തതാണോ? അനു ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ പറഞ്ഞ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ ഓക്കെ മാം. ഓക്കെ. ഓക്കെ,
മൈക്ക് അൺമ്യൂട്ട് ആകുന്നില്ല. സൂര്യ, സോന. ഓക്കെ ഓക്കെ സോന, നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ ആയാലും പറയാം. ഓക്കെ, ദെൻ ഓക്കെ. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. യെസ് മാം. ഓക്കെ, അപ്പൊ ടു ബി ക്രിയേറ്റീവ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഫോസ്റ്റർ 3 ക്വാളിറ്റീസ്. ഓക്കെ, മോണ്ടിസോറി പറയുന്നുണ്ട് ക്രിയേറ്റീവ് ആവാനായിട്ട് 3 ക്വാളിറ്റീസ് ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്രിയേറ്റീവ് ആവാനായിട്ട് 3 ക്വാളിറ്റീസ് വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര ക്വാളിറ്റീസ് ആണ്? 3 ക്വാളിറ്റീസ് ആർ ദെയർ. ഏതൊക്കെയാണ്? പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് പവർ ഓഫ് കോൺസെൻട്രേഷൻ. എന്താണ് പവർ ഓഫ് അറ്റൻഷൻ? പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. ഈ 3 എണ്ണമാണ് ക്വാളിറ്റീസ്. 3 ക്വാളിറ്റീസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നതിലൂടെയാണ് ക്രിയേറ്റിവിറ്റി, ടു ബി ക്രിയേറ്റീവ് ആകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് 3 ക്വാളിറ്റീസ്? ഏതൊക്കെയാണ് മോനിഷ? Yes, the power of attention, power of concentration, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞേ മാം. പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. ഓക്കെ മാം. ഓക്കെ, 3 എണ്ണം ക്ലിയർ ആയോ? രതി, ഏതൊക്കെയാണ് 3 ക്വാളിറ്റീസ്? രതി, രതി ഇല്ലേ അവിടെ? ഓക്കെ, പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ദെൻ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. എന്താണ് പവർ ഓഫ് അറ്റൻഷൻ? പവർ ഓഫ് അറ്റൻഷൻ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ഇതാണോ? പവർ ശ്രദ്ധ, പവർ ഓഫ് അറ്റൻഷൻ. ഓക്കെ, മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയൂ. ആൽഫ, ഒരു എക്സാമ്പിൾ പറയൂ. എല്ലാവരുടെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വ്യത്യസ്തമായിരിക്കും. ഐ ഡിഡ്ന്റ് ഗെറ്റ്, മനസ്സിലായില്ല. കുട്ടികളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അതെങ്ങനെയാ പവർ ഓഫ് അറ്റൻഷൻ ആയിട്ട് കണക്ട് ചെയ്തത്? നമ്മൾ എന്താ അറ്റൻഷൻ, ആ കുട്ടിക്ക് ആ കാര്യത്തിൽ അറ്റൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അവനത് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു കാര്യത്തിൽ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ലിസൺ ചെയ്യുന്നുണ്ടായിരിക്കാം നന്നായിട്ട്, അല്ലെങ്കിൽ ഒരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയായിരിക്കാം? പവർ ഓഫ് എന്തെങ്കിലും പറഞ്ഞാലും അവരത് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല അല്ലേ? അതല്ല ഉദ്ദേശിച്ചത്. എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് സംഭവിച്ചാലും ആ കുട്ടി അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, പിന്നെന്തൊക്കെയാണ്? അവൻ ഇരിക്കുന്ന എൻവയോൺമെന്റില് ചുറ്റുമുള്ള കാര്യത്തിലൊക്കെ അവനൊരു മൊത്തത്തിലൊരു ശ്രദ്ധ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ. എന്താണ് കോൺസെൻട്രേഷൻ? ഇത് രണ്ടും സെയിം ആണോ? അറ്റൻഷനും കോൺസെൻട്രേഷനും സെയിം ആണോ? ആൽഫയുടെ അഭിപ്രായം പറയാം. ആൽഫ, കോൺസെൻട്രേഷനും അറ്റൻഷനും എന്താണ്? ഇവ രണ്ടും സെയിം ആണോ?
രാഖി? മാം സെയിം ആണെന്നാ തോന്നുന്നേ. അതും ഫോക്കസ് ചെയ്യുന്ന കോൺസെൻട്രേഷനെ അല്ലേ? അറ്റൻഷൻ, പവർ ഓഫ് അറ്റൻഷനും. അറ്റൻഷൻ, പവർ ഓഫ് അറ്റൻഷൻ. ഓക്കെ. കോൺസെൻട്രേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഒരു കാര്യത്തില് ശ്രദ്ധ കേന്ദ്രീകരിച്ച്. വെരി ഗുഡ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തില് നമുക്ക് അറ്റൻഷൻ ഉണ്ടെന്ന് പറയാം. കോൺസെൻട്രേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് മനസ്സിലായോ? the ability to keep our attention on something for a continuous period. Continuous periodലോട്ട് ഈ അറ്റൻഷനെ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഈ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ എബിലിറ്റിയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി മാം. അപ്പൊ എന്താണ് അറ്റൻഷനും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അറ്റൻഷൻ മൈറ്റ് ബി ഒരു ഫ്യൂ സെക്കൻഡ്സ് ആയിരിക്കാം, ചിലപ്പോ ഫ്യൂ മിനിറ്റ്സിലോട്ടായിരിക്കാം. മിനിറ്റ്സിലായിരിക്കാം അറ്റൻഷൻ ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ഒരു കുട്ടിയോട് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അവൻ ശ്രദ്ധിക്കും. മറ്റെല്ലാ ഡിസ്ട്രാക്ഷനെയും ഒഴിവാക്കി അവൻ ആ കാര്യം ശ്രദ്ധിക്കും. പക്ഷെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? ഫോർ എ ലോങ് പീരീഡ്, കുറെ നേരത്തേക്ക് അവൻ ആ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ കഴിയണം. ആ ഒരു പെർട്ടിക്കുലർ തിങ്ങില്, ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ധാരാളം സമയം അതിനുള്ള അറ്റൻഷൻ, ആ ഫോക്കസ് കീപ്പ് ചെയ്യാൻ കഴിയണം. അതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാറില്ലേ? മെഡിറ്റേഷൻ, ഏകാഗ്രമായിരിക്കുക, അങ്ങനെ എന്തോ പറയില്ലേ? മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ. യോഗ ചെയ്യുമ്പോ യോഗ. മെഡിറ്റേഷൻ ചെയ്യുമ്പോ നമ്മള് ഫോർ എ ലോങ് പീരീഡ് ആണ്. കുറച്ച് സമയം നമ്മൾ മറ്റ് ഡിസ്ട്രാക്ഷനിൽ നിന്ന് നമ്മുടെ തോട്ട്സിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഒരു പ്രോസസ് ആണ് മെഡിറ്റേഷൻ, അല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ എന്താണ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ? Then what's next? അപ്പൊ നമ്മൾ 2 പോയിന്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ക്വാളിറ്റി ഏതാണ്? ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. ഈ ക്വാളിറ്റി ബിൽഡ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെയാ ബെനിഫിറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്? ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്താണ്? ഫ്രീഡം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം. അഭിപ്രായ സ്വാതന്ത്ര്യമാണോ മാം അത് ഉദ്ദേശിക്കുന്നത്? ഒരു എബിലിറ്റിയാണ്, എബിലിറ്റി ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻ. അവന് സ്വന്തം ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റിയാണ് ഓട്ടോണമി. അപ്പൊ ഇതിലൂടെ ആ കുട്ടിക്ക് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്? എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും അവന് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. മറ്റുള്ളവർ അവനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, അല്ലേ? അവൻ ഈ കഴിവ്, ഈ ക്വാളിറ്റി നേടിയെടുത്താൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവന് സ്വന്തമായിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ കഴിയും. പിന്നെ എന്തൊക്കെയായിരിക്കാം? പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാൽ തന്നെ ശരിയാക്കാൻ ഉള്ള ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഈ ക്വാളിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നതിലൂടെ അവന് അതിനുള്ള സ്കില്ല് നേടുകയാണ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവൻ ഗെയിൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കാം? എന്ത് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ള ധൈര്യം ഉണ്ടാവും. അവന്റെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും, അല്ലേ? എന്ത് സംഭവിച്ചാലും അവന് തനിയെ ഡിസിഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷൻ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും. Then any other points? തിങ്കിങ് പവർ കൂടും മാം. എന്തും ചിന്തിച്ച് ചെയ്യാനുള്ള സ്കില്ല് കൂടും. അവൻ അതിന് ഏബിൾ ആവും. then പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. കോൺഫിഡൻസ് കൂടും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അഭിപ്രായങ്ങൾ ഉണ്ടാവും.
സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകും, അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഓക്കെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? 3 ക്വാളിറ്റീസ് ഏതൊക്കെയായിരുന്നു? Power of attention, concentration, autonomy, ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇമാജിനേഷൻ പവർ. ഓക്കെ, ഇമാജിനേഷൻ പവർ എന്ന് പറയുന്നത് വേൾഡിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിങ് ആണ് അല്ലേ? ഇപ്പൊ നമ്മളൊരു കാര്യം ഇപ്പൊ ഒരു സപ്പോസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ബിൽഡ് ചെയ്യാൻ പോകുന്നു, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ ഓൾറെഡി ഇത് എവിടെ സെറ്റ് ആണ്? ഓൾറെഡി ഇത് എവിടെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ മനസ്സില്, മൈൻഡില് നമ്മുടെ മൈൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ മാം. അതിനൊരു സ്കെച്ച് വരച്ചിട്ടുണ്ടാവും ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ്. നമ്മുടെ മൈൻഡിൽ അതിനെ കുറിച്ച് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, എങ്ങനെയായിരിക്കും ഈ ഐഡിയാസ് അല്ലെങ്കിൽ ഈ പിക്ചർ ബിൽഡ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും മൈൻഡിൽ? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും അല്ലേ? പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഡാറ്റാസിനെയും കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ മൈൻഡിൽ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പിക്ചർ ബിൽഡ് ചെയ്തിട്ടുണ്ടാകുക അല്ലേ? ആണോ? അതെ മാം. Okay, then. Sorry. Okay. അപ്പൊ ഈ നമ്മൾ ഓൾറെഡി ഇത് ബിൽഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മൈൻഡിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനെ കുറിച്ച് വ്യക്തമായ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പിന്നെ മോണ്ടിസോറി പറയുന്നത് ഇമാജിനേഷൻ ഇൻബോൺ പവർ ആണെന്ന് പറഞ്ഞു. ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഇൻബോൺ പവേഴ്സ് ആണെന്ന് പറഞ്ഞു ഇല്ലേ? പക്ഷെ മോണ്ടിസോറി ഫാന്റസി, കുട്ടികൾ ഫാന്റസിയിൽ എക്സ്പോസ്ഡ് ആവുന്നത് മോണ്ടിസോറി ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്താണ് ഫാന്റസി? എന്താണ് ഫാന്റസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫാന്റസി കഥ മെനഞ്ഞെടുക്കുന്ന എന്തോ ക്ലിയർ ആയില്ലടാ ജാസ്, എന്താണ് പേര്? ക്ലിയർ ആയില്ല. ഫാന്റസീസ് എന്താണ്? ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യുക. ഓക്കെ, അതിനെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം പലതരം കാർട്ടൂൺസ് ഇല്ലേ, ഫാന്റസീസ് അല്ലേ, ഫാന്റസീസ് ക്യാരക്ടേഴ്സ് ഇല്ലേ? ഇത് ഒരിക്കലും സംഭവിക്കാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്നത് മോണ്ടിസോറി ഇഷ്ടപ്പെട്ടിരുന്നില്ല. മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഫാന്റസീസ് എന്ന് പറയുന്നത് എയിംലെസ് ആണ്, അൺറിയൽ ആണ്. റിയൽ ആണോ? അതല്ല, അൺറിയൽ ആണ്. എന്തെങ്കിലും ഒരു ബേസിക്സ് അല്ലെങ്കിൽ ബേസിക് ബെനിഫിറ്റ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയോജനം ആ കുട്ടിക്ക് ഫാന്റസി കൊണ്ട് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. റിയാലിറ്റി ആയിരിക്കില്ല. അത് റിയാലിറ്റി അല്ല, അൺറിയൽ ആണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. പിന്നെ എയിംലെസ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ഒരു ബെനിഫിറ്റും അതുകൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാകുന്നില്ല. പകരം എങ്ങനത്തെ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്? റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാക്ട് ആയിരിക്കും, ട്രൂത്ത് ആയിരിക്കും. റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഓക്കെ, ഹാപ്പി ആയിട്ടുള്ള, പ്ലസന്റ് ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ ഫാന്റസി എന്താണെന്ന്? മോണ്ടിസോറി കുട്ടികൾ ഫാന്റസിയിൽ എക്സ്പോസ്ഡ് ആവുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഫാന്റസി കൊണ്ട് കുട്ടികൾക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല. ഇത് അൺറിയൽ ആണ്, എയിംലെസ് ആണ്. കുട്ടികൾക്ക് ഒരു ബെനിഫിറ്റും ഒരു യൂസും അതുകൊണ്ട് അതിൽ നിന്നും ഉണ്ടാകുന്നില്ല. പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഷുഡ് ക്രിയേറ്റ് എങ്ങനത്തെ എൻവയോൺമെന്റ് ആയിരിക്കണം? റിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള, പ്ലസന്റ് ആയിട്ടുള്ള, ഓക്കെ, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കേണ്ടത്. അത്രയും ക്ലിയർ ആയോ? ഓക്കെ,
അപ്പോ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ അത് ഒരു നല്ലൊരു പ്രോപ്പർ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? മോണ്ടിസോറിയിലെ പ്രോപ്പർ എൻവയോൺമെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത്? കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ഇൻസ്റ്റെഡ് ഓഫ് ഫാന്റസി റിയലിസ്റ്റിക് ആയിരിക്കണം, ഇതായിരിക്കണം. Then ഹാപ്പി ആയിരിക്കണം, ഫ്രീഡം പ്രൊവൈഡ് ആയിരിക്കണം. ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്ന എൻവയോൺമെന്റ് ആയിരിക്കണം. പിന്നെ എന്തിനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം? എന്തിനൊക്കെയുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം അവിടെ കുട്ടിക്ക്? ജഡ്ജ്മെന്റിന്, എന്തോ അപ്പാരറ്റസ് യൂസ് ചെയ്യാന്, ജഡ്ജ്മെന്റിനുള്ള ഫ്രീഡം, ഡിസിഷൻ, ഏത് ഡിസിഷൻ എടുക്കാനുള്ള എന്തോ ഡിസിഷൻ മേക്കിംഗ്, ഓക്കെ ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. ദെൻ പിന്നെന്തൊക്കെ ഫ്രീഡം വേണം? ഫ്രീഡം ടു സ്പീക്ക്. ദെൻ ആ കുട്ടിക്ക് ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മൾ ഇനഫ് ടൈം പ്രൊവൈഡ് ചെയ്യണം, വേണ്ടേ? ആവശ്യത്തിന് ടൈം കൊടുക്കണം. പറയുന്ന ടൈമിനുള്ളിലാണോ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്? അല്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള ടൈം കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ എന്താ രാഖി പറയാൻ വന്നത്? സ്പേസ്, ഇനഫ് ആയിട്ടുള്ള സ്പേസും കൂടെ കൊടുക്കണ്ടേ? വെരി ഗുഡ്. സ്പേസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ധാരാളം അപ്പാരറ്റസ്, ധാരാളം മെറ്റീരിയൽസ്, ടൂൾസ്, കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ഉള്ള ആ മേഖലകൾ തിരിച്ചറിഞ്ഞ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ടീച്ചറിന്റെ റോൾ എന്താണ്? ഒബ്സർവർ ആണ് അല്ലേ? അവിടെ കുട്ടിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ കുട്ടിയെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഫ്രീഡത്തിന് നമ്മൾ അങ്ങോട്ട് വിട്ടേക്കാം കുട്ടികളെ. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്ത് അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് അവര് ഓൺ സെൽഫ് ആയിട്ട് അവര് റിയലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഡിഫറൻസ് ആയിരിക്കാം? ഇമാജിനേഷൻ ആൻഡ് ഫാന്റസി, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരിക്കാം? ഇമാജിനേഷനും ഫാന്റസിയും. ഇമാജിനേഷൻ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് കുട്ടിക്ക് ഉണ്ടാകുന്നത്? ഏതായിരിക്കാം ഇതിൽ ബെനിഫിറ്റ് ആകുന്നത്? ഇമാജിനേഷൻ ആണോ അല്ലെങ്കിൽ ഫാന്റസി ആണോ കുട്ടിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതാണ്? ഇമാജിനേഷൻ. ഇമാജിനേഷൻ കൊണ്ട് ഇമാജിനേഷൻ എന്തൊക്കെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്? ഇമാജിനേഷൻസിലൂടെ കപ്പാസിറ്റി കൂടും. എന്ത് കപ്പാസിറ്റി? തിങ്കിങ് കപ്പാസിറ്റി കൂടും. കുട്ടികളുടെ തിങ്കിങ് കപ്പാസിറ്റി കൂടും. ഒരു കാര്യത്തെ കുറിച്ച് തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ആ തിങ്കിങ് കപ്പാസിറ്റി കൂടുന്നുണ്ട്. പിന്നെന്തൊക്കെയായിരിക്കാം? മെന്റൽ ഗ്രോത്ത് ഡെവലപ്പ്. മെന്റൽ ഗ്രോത്ത് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അവൻ ഇമാജിൻ ചെയ്യുന്ന എല്ലാനും മോസ്റ്റ് പ്രോബബിളി അവൻ ഇമാജിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവന് റിയലിസ്റ്റിക് ആയിട്ട് അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കും അല്ലെ? അവന്റെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇമാജിനേഷൻ ഇംപ്രൂവ് ആകുന്നതിലൂടെ ആ കുട്ടിയുടെ ലൈഫിന് അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റോറി ടെല്ലിങ്, ആ കുട്ടി ആ സ്റ്റോറി
ആ ത്രെഡ് കേട്ടിട്ട് അതിലൂടെ സ്റ്റോറി ബിൽഡ് ചെയ്തെടുക്കുന്നതിലൂടെ അവന് പലതരം ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, പലതരം സ്കില്ല് നേടിയെടുക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? ഓക്കെ, ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനെ ഇങ്ങനെ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അവൻ ഇമാജിൻ ചെയ്തിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറിയാണ് അതല്ലേ? അപ്പൊ അവൻ ആ സിറ്റുവേഷൻ അവിടെ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവൻ ഇമാജിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ തിങ്ക് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ കണ്ടെത്തും, ഇല്ലേ? ഫാന്റസിയിൽ എങ്ങനെയാണ്? ഒരു യൂസ്ലെസ് നമുക്കൊരു ബെനിഫിറ്റ് ലഭിക്കുന്നില്ല അല്ലേ? അവര് കാണുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ റിയൽ ആണെന്നുള്ള ഒരു ചിന്തയൊക്കെ കാര്യങ്ങളൊക്കെ വരും. അവരുടെ പവേഴ്സ് ജീവിക്കുന്ന കുട്ടികളല്ലേ? അവര് റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിനെ തിരിച്ചറിയുന്നില്ല. ഓക്കെ, വേൾഡിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള നോളജ് അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മള് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ് ഡിസ്കസ് ചെയ്തത് ഇത്രയും നേരം. അപ്പൊ 3 ക്വാളിറ്റീസ്, ടു ബി ക്രിയേറ്റീവ് ആവാനായിട്ട് 3 ക്വാളിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഓട്ടോണമി, ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. വെരി ഗുഡ് സോഫിയ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ക്ലിയർ ആയില്ലേ? ടോപ്പിക് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി മാം. ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന ടു ഡെവലപ്പ് ചൈൽഡ് ഇമാജിനേഷൻ ഹി ഷുഡ് ബി പ്രൊവൈഡ്. ഓക്കെ, ഒരു ചെറിയൊരു ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പേജ്, ഇത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് പേജ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ റീഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, ഒരു 5 സ്റ്റേജസ് പറയുന്നുണ്ട് ഈ പ്രോസസ്സിൽ. ഒരു 5 സ്റ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. Good night. താങ്ക് യു മാം.